ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ NMS ആപ്പിൻ്റെ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. 3.8.0 എന്ന് പറയുന്നതാണ് പുതിയ വെർഷൻ. അപ്പോൾ നിലവിൽ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് 3.8.0 എന്ന് പറയുന്ന വെർഷൻ. പുതിയ NMS ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണല്ലേ. പക്ഷേ അവർക്ക് പലരും നമ്മളോട് പറഞ്ഞു അത് ക്യാൻറ്റ് ഡൗൺലോഡ് എന്നാണ് കാണിക്കുന്നത്, അതായത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് അർദ്ധരാത്രി മുതലായിരിക്കും നിലവിൽ ലഭ്യമായി തുടങ്ങുക. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഡൗൺലോഡിങ് കിട്ടാത്തത്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ അപ്ഡേഷൻ കാണിക്കുന്നുണ്ട്. അപ്ഡേഷൻ ഇപ്പോൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്ഡേറ്റ് നോക്കിയിട്ട് അപ്ഡേഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിലവിൽ ഡൗൺലോഡ് ആകാത്തൊരു സ്ഥിതി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നാളെ രാവിലെ ഒന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷമായിരിക്കും നിങ്ങൾക്ക് നിലവിൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ഒന്ന് ശ്രമിച്ച് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല മാത്രം ശ്രമിച്ചാൽ മതി. ആരും തന്നെ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ചെയ്യേണ്ടില്ല. അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതേ ഇഷ്യൂസ് നിലവിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്താൽ നിലവിൽ ലഭ്യമാകാത്ത സ്ഥിതി വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. പ്ലേ സ്റ്റോറിൽ കയറി അപ്ഡേഷൻ ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്ഡേറ്റ് ആവും. ഇന്ന് അർദ്ധരാത്രി 12 മണി മുതൽ നിങ്ങൾക്ക് ലഭ്യമാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നാളെ രാവിലെ മുതൽ നിങ്ങൾക്ക് എടുക്കാൻ കിട്ടും. നാളെ രാവിലെ മുതലായിരിക്കും പുതിയ NMS ആപ്പ് 3.8.0 എന്ന് പറയുന്ന വെർഷൻ ലഭ്യമാവില്ല. അതിൻ്റെ പെർഫോമൻസിൽ വൈസ് കൂട്ടിയെന്നാണ് അതിൽ എന്താ പറയുക പുതിയതായിട്ട് വന്ന അപ്ഡേഷൻ എന്താണെന്ന് ചോദിച്ചാൽ പെർഫോമൻസ് കൂട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ നിലവിലെ ആപ്പിന് കുറേ ഇഷ്യൂസ് ഉണ്ട്. അതായത് APK ഫയൽ മാത്രമാണ് നിലവിൽ പല ഫോണിൽ വർക്കാകുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭ്യമാകുന്ന വെർഷൻ വർക്കാകുന്നില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും അപ്ഡേഷൻ വരുത്തിയിരിക്കുന്നുണ്ടാവുക. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അപ്ഡേഷൻ കാണിക്കുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്താൽ മാത്രം മതി. വേറെ ആരും പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. നിലവിൽ ഇഷ്യൂസ് എല്ലാവർക്കും ഉണ്ട്. ഇത് അപ്ഡേറ്റ് ആവാത്ത പ്രശ്നമുണ്ട്. പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ APK ഫയലൊക്കെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് നിലവിൽ ഏതാണ് NMS ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ലഭ്യമാകുന്ന ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കുക. APK ഫയൽ പല വൈറസുകളും കയറാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഷെയർ ചെയ്ത് വരുന്നതായിരിക്കും, ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട സാഹചര്യം വന്നാൽ ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലെങ്കിൽ നിലവിൽ നിങ്ങൾക്ക് ലഭ്യമാവുന്ന ഫയലുകൾ മാത്രം ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് എല്ലാവരും കൊലവരും ശ്രമിച്ചിട്ട് കിട്ടാത്തതായിരിക്കും. നാളെ രാവിലെ മുതൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നാളെ രാവിലെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുമ്പോൾ അപ്ഡേറ്റ് എന്ന് കാണിക്കുകയാണെങ്കിൽ മാത്രം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നാളെ രാവിലെ നിങ്ങൾക്ക് എപ്പോഴാണ് ഇഷ്യൂസ് കാണിക്കുന്നത് വെച്ചാൽ ആ സമയത്ത് നിങ്ങൾ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് അപ്ഡേഷൻ കൊടുക്കുക. ഇപ്പോൾ നിലവിൽ നിങ്ങൾ ഒരിക്കലും തന്നെ എന്താ പറയുക, നിങ്ങൾ രാവിലത്തെ ഫോട്ടോ എടുത്തതിന് ശേഷമാണ് അപ്ഡേഷൻ കാണിക്കുന്നതെങ്കിൽ NMS ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരിക്കലും എന്താ പറയുക പുതിയ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്താ പറയുക NMS ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഡാറ്റാസൊക്കെ എറേസ് ആയിപ്പോൾ. ഇപ്പോൾ നിലവിൽ രാവിലത്തെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അപ്ഡേറ്റ് തന്നെ ക്ലിക്ക് ചെയ്ത് ചെയ്യുക. രാവിലെ ഫോട്ടോ എടുക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ നിങ്ങളോട് NMS ആപ്പൊക്കെ ഡിലീറ്റ് ആക്കി ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ രാവിലെ ഫോട്ടോ എടുക്കുന്നതിന് മുന്നായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാണ്ട് ഏതെങ്കിലും ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരിക്കലും ഡിലീറ്റ് ആക്കിയിട്ട് NMS ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ചെയ്യാൻ പാടില്ല. അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഡാറ്റാസ് ഒന്നും നഷ്ടപ്പെട്ടു പോവുക. അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ രാവിലത്തെ ഫോട്ടോ എടുക്കുന്നതിന് മുന്നായിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ രാവിലെ ഫോട്ടോ എടുക്കുന്നതിന് മുന്നായിട്ട് ചെയ്യുക. അപ്പോൾ നിലവിൽ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇപ്പോൾ ലഭ്യമാകുന്നില്ല കേട്ടോ. ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ അപ്ഡേറ്റ് എന്നാണ് കാണിക്കുന്നത്. ഇതേമാതിരി നമ്മൾ ഡൗൺലോഡ് ഫുള്ളാകുന്നുണ്ട്, പക്ഷേ ഫോണിൽ കയറുന്നില്ല. അപ്പോൾ അപ്ഡേറ്റ് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് മൊത്തത്തിലുള്ള ഇഷ്യൂസാണ്. നിലവിൽ ആർക്കും ലഭ്യമാകുന്നില്ല എന്ന് നമ്മളെ പല ഗ്രൂപ്പിലും വന്നിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ ഇന്ന് അർദ്ധരാത്രി മുതലായിരിക്കും മാക്സിമം ലഭ്യമാവുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയാൽ മതി എന്നുള്ള കാര്യമാണ്. അപ്പോൾ NMS ആപ്പിനെ പറ്റി എന്തെങ്കിലും അറിയാനൊക്കെ ഉണ്ട്, കൂടുതൽ അറിയാനുണ്ടെങ്കിൽ നമ്മളുമായിട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ പറയാം. പിന്നെ ഇനി നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആരെയും ഇൻക്ലൂഡ് ചെയ്യിക്കുന്നില്ല. ഇപ്പോൾ നിലവിൽ ജൂലൈ വരെ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ നിലവിൽ എന്താ പറയുക തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട പല നെഗറ്റീവ് കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയത് മെയ് 1 മുതൽ 3 മാസത്തേക്കാണെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് മെയ് ജൂൺ ജൂലൈ മാസം 31 ആ ഗ്രൂപ്പ് അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ മിക്കവാറും ഗ്രൂപ്പിലേക്ക് ഇപ്പോഴും മെസ്സേജ് വരുന്ന ആഡ് ആവാൻ. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ആരൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷം മൊത്തം ന്യൂസ് കേൾക്കുന്നതൊക്കെ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതി
എന്താ പറയുക എതിരായിട്ട് വരുന്ന കാര്യങ്ങളാണ് പലതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം പോസിറ്റീവായിട്ടുള്ള വാർത്തകളൊന്നും കേൾക്കുന്നില്ല. ഇനി എന്തായിരുന്നാലും അതാത് തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പ് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരം ലഭിച്ചാൽ മാത്രമേ തൊഴിലുറപ്പ് പദ്ധതി മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കേന്ദ്രം നിഷ്കർഷിക്കുന്ന വർക്കുകൾ എടുക്കുകയാണെങ്കിൽ കേന്ദ്രത്തിൻ്റെ പല വർക്കുകളും നമ്മുടെ സംസ്ഥാനത്തിന് അനുയോജ്യമായ വർക്കുകളല്ല അവർ പറയുന്നത്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ പലതും അത് എന്താ പറയുക നടത്തി കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ നമ്മളെ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ എന്താ പറയുക കൃഷിക്ക് നമ്മൾ ഒരു വലിയ വീടും കുറച്ച് പറമ്പുമായിരിക്കും. മറ്റ് സംസ്ഥാനത്തിലെന്നാൽ ചെറിയ വീടും കുറേ പറമ്പായിരിക്കും. ആ ഒരു വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കുന്നും മലയും ഒക്കെ ആയിരിക്കും. പല കാര്യങ്ങളും ഉണ്ട് തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള എന്താ പറയുക നമ്മൾ കുറേ വർക്കുകൾ ഇപ്പോൾ നിലവിൽ പറയുന്ന വർക്കുകളൊക്കെ നമ്മൾ മലപ്രദേശങ്ങളൊന്നും അടക്കാത്ത വർക്കുകളൊക്കെയാണ് പറയുന്നത്. അപ്പം എന്തായിരുന്നാലും അതാത് സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ തൊഴിലുറപ്പ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി സജഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിലവിൽ എന്തൊക്കെ പ്രവൃത്തി ഏറ്റെടുക്കുക എന്നുള്ളത് പല ആൾക്കാരും നമ്മളോട് ചോദിച്ചു, നമ്മളും നമ്മളേതായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ വർക്ക് ഏറ്റെടുക്കുന്നതിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ കമൻറ്റ് വായിച്ച് നോക്കി നമ്മൾ കൊടുക്കാത്ത വല്ല വർക്കുകൾ നമുക്ക് നടത്താൻ പറ്റുന്ന വർക്കുകൾ അതിലുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്താ പറയുക നമ്മളോട് ചോദിക്കുന്ന ആൾക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കുന്നതാണ്. പിന്നെ മേറ്റുമാരെ കൂലി സംബന്ധിച്ചാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞു മേറ്റുമാരെ കൂലി വരുന്നുണ്ട്. അതായത് മേറ്റുമാരെ കൂലി എല്ലാ പഞ്ചായത്തിലെന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ എമൗണ്ട് ആണ് വന്നത്. മെറ്റീരിയലിൽ ഇൻക്ലൂഡഡ് ആണ് സ്കിൽഡ്, അതായത് വിദഗ്ധ വേതനവും അതേമാതിരി സെമി സ്കിൽഡ് മേറ്റുമാരെ അടക്കമുള്ള വേതനവും. അപ്പോൾ പലരും ചോദിക്കുമ്പോൾ മെറ്റീരിയൽ എമൗണ്ട് ആണ് വന്നത്. അപ്പോൾ നിലവിൽ പഞ്ചായത്തിന് ലഭിക്കേണ്ട 46% ഫണ്ടാണ് നിലവിൽ ലഭ്യമായിരിക്കുന്നത്. അപ്പം എന്താ പറയുക മേറ്റുമാരെ കൂലിക്കൊക്കെ കൂടുതൽ പ്രവൃത്തികൾ കംപ്ലീഷൻ കൊടുക്കാനൊക്കെയാണ് പറയുന്നത്. നിലവിൽ കിട്ടാത്ത ഫണ്ടുകളൊക്കെ ഉണ്ട്. മേറ്റുമാരെ കൂലി 2024-25 കിട്ടാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളെ പഞ്ചായത്തുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഫണ്ട് കിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ പഞ്ചായത്തിൽ ചെന്ന് അന്വേഷിക്കുക. പഞ്ചായത്തിൽ ഫോണിലൂടെ അല്ലാതെ അന്വേഷിക്കുക. ഈ പ്രാവശ്യം കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ നിലവിൽ കംപ്ലീഷൻ കൊടുക്കാൻ പറ്റുന്ന വർക്കുകളും അല്ലാത്ത മേറ്റുമാരെ കാര്യങ്ങളൊക്കെ കൂടുതൽ ബാക്കിൽ, അതായത് കഴിഞ്ഞ മാർച്ച് വരെയുള്ള മേറ്റുമാരെ കൂലി വന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷമുള്ള മാത്രമേ കിട്ടാനുണ്ടാവുള്ളൂ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടുതൽ അതിന് കിട്ടാൻ സാധ്യത കുറവാണ്. 2024-25 മെറ്റീരിയൽ ഫണ്ടും അങ്ങനത്തെ പൈസകളൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ എന്തായാലും ഈ വർഷത്തൊന്ന് തരാൻ സാധ്യത കുറവാണ്. അപ്പോൾ കഴിഞ്ഞ 2025 ആദ്യത്തെ പൈസയൊക്കെ കിട്ടാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. അല്ലാത്തത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. മുന്നത്തെ ഫണ്ടുകളാണ് 24-25 കിട്ടാനുള്ള മുഴുവൻ തുകയും 25-26 കുറച്ച് പൈസയാണ് നിലവിൽ ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേറ്റുമാരെ കൂലി എത്രത്തോളം കിട്ടുമെന്നറിയില്ല. കിട്ടട്ടെ എന്ന് അതിയായി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് കുറേ പൈസയൊക്കെ പെൻഡിങ് ഉണ്ടെങ്കിൽ അത് നിങ്ങളെ പഞ്ചായത്തിലായിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കുക. അപ്പോൾ മേറ്റുമാരെ കൂലി സംബന്ധിച്ച് ഇത്രേ പറയാനുള്ളൂ. അത് മേറ്റുമാരെ കൂലി കിട്ടാനുള്ള പൈസ ആണെങ്കിൽ ഈ ആഴ്ചൻ്റെ ഉള്ളിൽ 7 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ അക്കൗണ്ടിൽ കയറും. പല പഞ്ചായത്തുകളും ബില്ല് ട്രഷറിയിൽ നൽകി എന്നാണ് അറിയാൻ കഴിയുന്നത്. കേരളത്തിലും എല്ലാ പഞ്ചായത്തുകളിലും തന്നെ ഫണ്ട് എടുക്കാനുള്ള അറിയിപ്പൊക്കെ മുന്നേ കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബില്ലൊക്കെ ട്രഷറി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബില്ല് ട്രഷറി സബ്മിറ്റ് ചെയ്ത 7 ദിവസത്തിൻ്റെ ഉള്ളിൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. നിലവിൽ കൊടുത്ത ബില്ല് നിങ്ങൾക്ക് 7 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറുന്നതാണ്. നിലവിൽ പെൻഡിങ് കുറേ കാലം മുന്നേ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ള പൈസ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ പഞ്ചായത്തുമായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ലഭ്യമാവും എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഇത്രത്തോളമാണ് നമ്മൾ വീഡിയോയിൽ പറയാനുള്ളത്. നമ്മൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തൊഴിലുറപ്പ് എത്ര കാലം ഉണ്ടാവും നമുക്കറിയില്ല. ഉള്ളിടത്തോളം കാലം നമ്മൾ തൊഴിലുറപ്പിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. വീഡിയോസ് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ വീഡിയോസിലൂടെ അറിയിക്കുന്നത്. അപ്പോൾ NMS ആപ്പ് അപ്ഡേഷൻ വന്നതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതേമാതിരി എന്തെങ്കിലും അറിയിപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളെ കറക്റ്റ് അതാത് സമയത്ത് അറിയിക്കുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആദ്യമേ പറയുന്നു. ഓക്കെ, താങ്ക് യു.